ഹലോ, എല്ലാവർക്കും വന്ദനം. ഞങ്ങളിപ്പോ ടൊറന്റോയിലുള്ള റാണി സസ്പെൻഷൻ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഒരു ലോങ് ബ്രിഡ്ജാണ്, ഫുൾ സസ്പെൻഷൻ ആണ്, ഹാങ്ങിങ് ബ്രിഡ്ജ്. രസമാണ്, കാണുമ്പോ നല്ല രസമാണ്. ഞാനകത്തൊരു കയറി വന്നപ്പോ എനിക്ക് മനസ്സിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചിത്രം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. ഓടിയോ പറയട്ടെ. ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത താഴേക്ക് നോക്കിയാലും പേടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്. സൈഡിലേക്ക് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയ ഐസ് വ്യൂ, സൈഡിലേക്ക് ഐസ് ഇങ്ങനെ. പക്ഷെ എന്റെ രസം, എന്റെ അകത്തുണ്ടായ ചിന്ത അതല്ല. ഇതൊരു ലോകത്തിന്റെ സംവിധാനത്തെ കാണിക്കുകയാണ്. ഭയപ്പെടുത്തുന്ന അസ്ഥിരതയുള്ള ഹാങ്ങിങ് സംവിധാനത്തിലാണ് ലോകം നിൽക്കുന്നത്. ലോകത്തിൽ നിൽക്കുന്ന എല്ലാവരുടെയും പ്രത്യേകത, അവർക്ക് നാളെയെ കുറിച്ച് പേടിയായിരിക്കും. താഴേക്ക് നോക്കുമ്പോൾ പേടിയായിരിക്കും, സൈഡിലേക്ക് നോക്കുമ്പോഴെല്ലാം ഭയമായിരിക്കും. അവരുടെ ജീവിതം അങ്ങനെയാണ്, ഭയത്തിലാണ് സെറ്റായിരിക്കുന്നത്. ഒരു ഭയത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ് ലോകം നിൽക്കുന്നത്. പക്ഷേ നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് അസ്ഥിരതകളുടെ പാലത്തിലല്ല. ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിലാണ്. ആ ഉറപ്പുള്ള പാറയിൽ നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് താഴേക്ക് നോക്കിയാലും നിങ്ങളുടെ താഴെ കുത്തി ഒഴുകുന്ന നദിയല്ല കാണുന്നത്, നിങ്ങൾ നിൽക്കുന്ന പാറയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ അസ്ഥിരതകൾക്ക് നടുവിലാണോ നിൽക്കുന്നത്? നിങ്ങളുടെ കുടുംബ ജീവിതം ഒരു അസ്ഥിരമായ അവസ്ഥ, ചിലപ്പോൾ ജോലി ഒരു അസ്ഥിരതയുള്ള അവസ്ഥ, മിനിസ്ട്രിയിൽ അസ്ഥിരത, ആട്ടം, കുലുക്കം, ഇതൊക്കെയാണോ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്? വളരെ ധൈര്യത്തോടെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, പരിശുദ്ധാത്മാവ് നമ്മളെ നിർത്തുന്നത് അസ്ഥിരതകൾക്ക് നടുവിലല്ല, സ്ഥിരമായ പാറയ്ക്കകത്താണ്. ആ പാറയിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് ജീവിതം നയിച്ചാൽ ഒരിക്കലും നാളെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം കാണത്തില്ല. മനസ്സിലായില്ലേ? പാട്ടുകാരൻ പാടുന്ന പോലെ, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. കമോൺ, എൻ ഭാവി എല്ലാം കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹായ്, ഹൗ ആർ യു? അപ്പോ ഇതുപോലെയുള്ള ആത്മീക ജീവിതം ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ലോക മനുഷ്യന് ഭയം തോന്നും. സൗന്ദര്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും ഭയം തോന്നുന്ന അനുഭവമാണ്. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ തണുത്തുറഞ്ഞ ഒരു തടാകം, ഐസ് മൂടിക്കിടക്കുന്ന ഒരു തടാകം. മനുഷ്യന്റെ ജീവിതം എല്ലാം ഇങ്ങനെ അസ്ഥിരതയാണ്. എന്നാല് ഞാൻ വളരെ വളരെ ധൈര്യത്തോടെ നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ഒരിക്കലും അസ്ഥിരതകൾക്ക് നടുവിൽ നിൽക്കരുത്. നിങ്ങൾ ക്രിസ്തുവിൽ നിൽക്കുക. നിങ്ങളുടെ അസ്ഥിരതകളെല്ലാം മാറട്ടെ. നിങ്ങളുടെ ലൈഫിലെ ഭയം മാറട്ടെ, നിങ്ങളുടെ ലൈഫിലെ ആകുലതകൾ മാറട്ടെ. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട, എല്ലാം സ്തോത്രത്തോടെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചാൽ മാത്രം മതി. ഇവിടെ നിൽക്കുമ്പോൾ, ഈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തെയാണ് ഓർമ്മ വരുന്നത്. ലോകം താഴെ നോക്കിയാൽ പേടി, സൈഡിൽ നോക്കിയാൽ പേടി, ആടുന്ന അനുഭവം. ഇന്നത്തെ സംവിധാനങ്ങൾ മുഴുവൻ ഇങ്ങനെയാണ്. ലോകരാജ്യങ്ങൾക്ക് പോലും ഉറപ്പില്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, എന്റെ വചനം കേട്ട് വീട് പണിയുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശനായിരിക്കും. ആമേൻ. ഹാങ്ങിങ് ബ്രിഡ്ജിനകത്ത് നിന്ന് ഇറങ്ങുക, ഹാങ്ങിങ് അനുഭവങ്ങളിൽ നിന്ന് മാറുക, ഉറപ്പുള്ള പാറമേലായിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കുവാനായിട്ട്